കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമുക്ക് ദൈവവചനം സംബന്ധിച്ച് ഈ പ്രഭാതത്തിൽ ചിന്തിക്കാം. തീർച്ചയായും നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് ദൈവിക ചിന്തയോടുകൂടെ ആയിരിക്കുക എന്നുള്ളത് വളരെ അനുഗ്രഹപ്രദമാണ്. നമ്മൾ ഈ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ വിവിധങ്ങളായിരിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. അവിടെയെല്ലാം നാം തളർന്നു പോകാതെ, നാം നിരാശരാകാതെ, പ്രത്യാശയുള്ളവരായി നാം നേരിടുന്ന ജീവിത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാൻ തക്കവണ്ണം അങ്ങനൊരു ശക്തി നമുക്ക് ലഭിക്കുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ്. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതല്ല, ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നമുക്ക് നേരിടുവാൻ തക്കവണ്ണം അതിനുള്ള ഒരു മനക്കരുത്ത് നൽകാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അവൻ നമ്മെ സഹായിക്കും. അല്ലാതെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ പൂർണ്ണമായി ഒഴിവാക്കി തരണമേ എന്നുള്ളതല്ല നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. പ്രശ്നങ്ങൾ ജീവിതത്തിൽ നമ്മുടെ കൂട്ടാളിയാണ്. അത് മരണം വരെയും അത് നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷേ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള വലിയൊരു മനസ്സ്, അതിനുള്ള ഹൃദയം അത് നമുക്ക് നൽകുക, അതിനാണ് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ളത്. പ്രിയമുള്ളവരെ, നമുക്കൊരിക്കലും ഒരു കുഞ്ഞ് നടക്കുന്നതിന് മുമ്പ് എത്രയോ തവണ വീണിട്ടുണ്ട്. നമ്മൾ വീഴുന്നു എന്നുള്ളതിലല്ല, വീഴുന്നിടത്തു നിന്നും നമുക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതാണ് നമ്മുടെ വിജയം. അങ്ങനെ നമ്മുടെ വീഴ്ചകളിൽ നമ്മളെ കൈപിടിച്ചുയർത്തുവാൻ പോരുന്ന ഒരു ദൈവം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ജീവിതത്തിൽ ഒന്നിനെയും നമുക്ക് ഭയപ്പെടുവാനില്ല. അങ്ങനെ ഒരു വിശ്വാസ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ പ്രിയപ്പെട്ട എൻ്റെ കേൾവിക്കാരെ ഏവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. നമ്മൾ ഇന്നലെ ചിന്തിച്ചത് യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായത്തിലെ 2-ാം ഭാഗമാണ്. അതായത് ഇസ്രായേൽ അത് രണ്ട് ജാതിയായി തിരിഞ്ഞു. ആ രണ്ട് ജാതിയായി തിരിഞ്ഞ് യഹൂദാ ഗോത്രമെന്നും ഇസ്രായേൽ ഗോത്രമെന്നുമുള്ള രണ്ട് ഗോത്രമായി തിരിയുകയും രണ്ട് രാജപരമ്പരയുടെ കീഴിൽ അവർ ഏറെക്കാലമായിരിക്കുകയും ചെയ്തു. എന്നാൽ അതിനെല്ലാം മാറ്റം വരികയാണ്. അവിടെ നിന്നും അവരറിയാത്ത നാടുകളിലേക്ക് ദൈവം ചിതറിച്ചു കൊണ്ടുപോയി. എന്നാൽ അത്ഭുതകരമായി ദൈവം അവരെ അവിടെ നിന്നും വീണ്ടെടുത്തു. അവരെ തിരികെ അവരുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. അതാണ് നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. അത് 37-ാം അധ്യായത്തിൽ നമ്മൾ വീണ്ടും കാണുന്നത്, അവരെ ഞാൻ ഏകജാതിയാക്കും, ഒരേ രാജാവ്. 37-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. ഒരേ രാജാവ് അവർക്കെല്ലാവർക്കും രാജാവായിരിക്കും. അവർ ഇനി രണ്ട് ജാതി ആകാതെ രണ്ട് രാജ്യമായി പിരിയുകയുമില്ല. അവർ ഇനി വിഗ്രഹങ്ങളാലും മ്ലേച്ഛതകളാലും യാതൊരു അതിക്രമത്താലും തങ്ങളെ തന്നെ മലിനമാക്കുകയില്ല. അവർ പാപം ചെയ്ത അവരുടെ സകല വാസസ്ഥലങ്ങളിൽ നിന്ന് ഞാൻ അവരെ രക്ഷിച്ച് ശുദ്ധീകരിക്കും. അങ്ങനെ അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും. എൻ്റെ ദാസനായ ദാവീദ് അവർക്ക് രാജാവായിരിക്കും. അവർക്കെല്ലാവർക്കും ഒരേ ഇടയനുണ്ടാകും. അവർ എൻ്റെ വിധികളിൽ നടന്ന് എൻ്റെ ചട്ടങ്ങളെ പ്രമാണിച്ചനുഷ്ഠിക്കും. ഇസ്രായേലിന് വരുന്ന മാറ്റങ്ങളെ കുറിച്ചാണ്. തീർച്ചയായും അവർ ഒന്നടങ്കം ആ രാഷ്ട്രം എന്നുള്ള രീതിയിൽ ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന ഒരു ജനമായി മാറും. എൻ്റെ ദാസനായ യാക്കോബിന് ഞാൻ കൊടുത്തതും നിങ്ങളുടെ പിതാക്കന്മാർ പാർത്തിരുന്നതുമായ ആ ദേശത്ത് അവർ പാർക്കും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വേദഭാഗം. ഇന്ന് അനേകരും പറയുന്നു ഇസ്രായേൽ വരത്തന്മാരാണെന്നാണ് പറയുന്നത്. 1948 ശേഷമാണ് അവർക്ക് ലോകരാജ്യങ്ങളെല്ലാം ചേർന്ന് ഇങ്ങനെ അറബികൾക്ക് അധീനപ്പെട്ടിരുന്ന ഒരു പ്രദേശം അവർക്ക് എഴുതി കൊടുത്തു. അപ്പൊ എന്നിട്ട് ഇപ്പോൾ അവരവിടെ നിന്നും ഈ പറയുന്ന അറബികളെ പുറത്താക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെയുള്ള കുറ്റാരോപണമാണ്. ഇതവർക്ക് ഇസ്രായേലിന്റെ ചരിത്രം അറിയില്ലാത്തതുകൊണ്ടാണ് അങ്ങനെയുള്ളവർ പറയുന്നത്. ഇവിടെ എന്താ പറയുന്നു നോക്കുക. ഇത് ഏത് കാലത്താ? BC 600 യെഹെസ്കേൽ പ്രവചനമൊക്കെ എഴുതുന്നത് ക്രിസ്തുവിന് 600 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് പറയുക, ഞാൻ എൻ്റെ ദാസനായ യാക്കോബിന് ഞാൻ കൊടുത്തതും. അപ്പൊ യാക്കോബിന് ഏത് കാലത്താ കൊടുത്തിരിക്കുന്നത്? നോക്കുക, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. ഇത് യാക്കോബ് ആരാണ്? അബ്രഹാമിന്റെ പുത്രനായ ഇസഹാക്കിന്റെ പുത്രനാണ്. ആ യാക്കോബിന്റെ സന്തതി പരമ്പരകളാണ് ഈ ഇസ്രായേൽ ജാതിയായി മാറിയത്. 12 മക്കൾ അവർ ഇസ്രായേൽ ജാതിയായി ദൈവം വേർതിരിച്ചു മാറ്റിയത്.
അവർക്ക് കൊടുത്ത വാഗ്ദത്ത ഭൂമിയാ. പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് മനസ്സിലാക്കണം. അവർ പറയാ, എന്റെ ദാസനായ യാക്കോബിന് ഞാൻ കൊടുത്തതും നിങ്ങളുടെ പിതാക്കന്മാർ പാർത്തിരുന്നതുമായ ദേശത്ത് അവർ പാർക്കും. അവരുടെ മക്കളും മക്കളുടെ മക്കളും എന്നേക്കും അവിടെ വസിക്കും. എന്റെ ദാസനായ ദാവീദ് എന്നേക്കും അവർക്ക് പ്രഭുവായിരിക്കും. ഞാൻ അവരോടൊരു സമാധാന നിയമം ചെയ്യും, അതവർക്കൊരു ശാശ്വത നിയമമായിരിക്കും. ഞാൻ അവരെ ഉറപ്പിച്ചു പെരുക്കി അവരുടെ നടുവിൽ എന്റെ വിശുദ്ധ മന്ദിരത്തെ സദാകാലത്തേക്കും സ്ഥാപിക്കും. എന്റെ നിവാസം അവരോടുകൂടെ ഉണ്ടാകും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. എന്റെ വിശുദ്ധ മന്ദിരം സദാകാലത്തേക്കും അവരുടെ നടുവിൽ ഇരിക്കുമ്പോൾ ഞാൻ ഇസ്രയേലിനെ വിശുദ്ധീകരിക്കുന്ന യഹോവയെന്ന് ജാതികൾ അറിയും. ഞാൻ ഇസ്രയേലിനെ വിശുദ്ധീകരിക്കുന്ന യഹോവയെന്ന് ജാതികൾ അറിയും. ഈ യഹോവയെ ദൈവമായി കാണാത്തവരെ സംബന്ധിച്ച് അവിടെ പറയുന്നത്. യഹോവയെ ദൈവമെന്ന് അംഗീകരിക്കാൻ കഴിയാത്തവർ പോലും അംഗീകരിക്കുന്ന ഒരു കാലമായിരിക്കും. ഞാൻ ഇസ്രയേലിനെ വിശുദ്ധീകരിക്കുന്ന യഹോവയാണ്. അവരെ തനിക്കായി വേർതിരിക്കുന്ന യഹോവയാണ്. അവരുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും അവരുടെ എല്ലാ വിഗ്രഹാരാധനകളിൽ നിന്നും. അതാണ് കാലം അവരെ പഠിപ്പിച്ച വലിയ പാഠമത. ഇതാണ് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞത്. അനുഭവജ്ഞാനത്തിൽ കൂടെ തിന്മയെ വെറുക്കുവാൻ അത് ദൈവത്തിന്റെ വലിയ പദ്ധതിയാണ്. വീണ്ടും എന്റെ 36-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുക, ഇസ്രയേൽ ഗൃഹമേ, നിങ്ങളുടെ നിമിത്തമല്ല, നിങ്ങൾ ചെന്നു ചേർന്ന ജാതികളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയിരിക്കുന്ന എന്റെ വിശുദ്ധ നാമം നിമിത്തമത്രേ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇതുകൊണ്ട് ഇസ്രയേലിനെ വീണ്ടെടുക്കാൻ ദൈവം തീരുമാനിച്ചത്. ഇസ്രയേലിന്റെ പ്രവർത്തികൾ മുഖാന്തരം ദൈവത്തിന്റെ നാമം അശുദ്ധമായി തീർന്നു. ഇവർ ദൈവത്തിന്റെ ജനമാണെന്ന് വീമ്പിളക്കുന്നു. അല്ല, അവർ അവകാശപ്പെടുന്നു, ഞങ്ങൾ ദൈവത്തിന്റെ ജനമാണ്. യേശുവിനോട് പറഞ്ഞില്ലേ, ഞങ്ങൾ ആർക്കും അടിമകളായിരുന്നില്ല, അല്ല, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികളാണെന്ന് പരീശന്മാര് ശാസ്ത്രിമാരൊക്കെ യേശുവിനോട് പറഞ്ഞു. അപ്പൊ യേശു പറഞ്ഞു, നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാണെങ്കിൽ അബ്രഹാമിന്റെ പ്രവർത്തികൾ ചെയ്യണം. മാത്രമല്ല, പാപത്തിന്റെ ദാസന്മാര്, നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരാണ്, നിങ്ങൾ അടിമകളാണ്. നിങ്ങൾ ആർക്കും അടിമകളല്ല എന്ന് വൃഥാ വ്യാമോഹിക്കണ്ട. ഇതാണ് പറഞ്ഞത്. ഇവിടെ പറയാ, നിങ്ങൾ ചെന്നു ചേർന്ന ജാതികളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയിരിക്കുന്ന എന്റെ വിശുദ്ധ നാമം നിമിത്തമത്രേ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ദൈവത്തിന്റെ നാമത്തെ വിശുദ്ധീകരിക്കണം. അത് ഈ ലോകത്തിന്റെ മുമ്പിൽ ഒരു കാരണവശാലും അത് അത് ദുഷിക്കപ്പെടുവാൻ ഇടവരാൻ പാടില്ല. അത് ദൈവത്തിന്റെ ആവശ്യം. അപ്പൊ സകല ജാതികളുടെയും മുമ്പിൽ വിശുദ്ധീകരിക്കപ്പെടുന്ന ദൈവത്തിന്റെ നാമം, അതിനുള്ള വഴി ദൈവം കണ്ടത്. നമ്മൾ പറയൂലേ, ഈ കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷം എടുപ്പിക്കുക എന്ന് പറയുന്ന പഴയകാലത്ത് നമ്മുടെ വിഷകാരികളൊക്കെ ചെയ്യുമെന്ന് പറയുന്നത്. അല്ല, കൊത്തിയ പാമ്പിനെ വിളിച്ചു വരുത്തി അതിനെ കൊണ്ട് തന്നെ വിഷമെടുപ്പിക്കും എന്ന് പറഞ്ഞതുപോലെ ഇസ്രയേൽ മുഖാന്തരമാണ് ദൈവത്തിന്റെ നാമം. നിങ്ങൾ ദൈവത്തിന്റെ വിശുദ്ധ ജനമാണെന്ന് അഭിമാനിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് ദൈവം നിങ്ങളെ കൈവിട്ടു? ഇന്ന് നിങ്ങളെ സഹായിപ്പാൻ ആരുമില്ല. ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെ ഇടയിലും നിങ്ങൾ അടിമകളെ പോലെ വീണ്ടും കഴിയുന്നു. ജീവനുള്ള ഒരു ദൈവമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, ആ ദൈവം പ്രവർത്തിക്കാൻ ശക്തിയുള്ളവനാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഇതാണ് ചോദ്യം. അവിടെയാണ് ദൈവം പറയുന്നത്, എന്റെ നാമം അവമാനിക്കപ്പെട്ടു, എന്റെ ശക്തി ഞാൻ ശക്തി ഇല്ലാത്തവനാണ്, ഞാൻ ജീവനുള്ള ഇല്ലാത്തവനാണ് എന്ന് ഈ ലോകം എൻ്റെ പേരിൽ വിധി എഴുതിയതാ. അത് ഞാൻ മാറ്റും. അത് മാറ്റേണ്ടത് ആവശ്യമാണ്. അത് നിങ്ങളെ കൊണ്ട് തന്നെ മാറ്റും. നിങ്ങളെ ഈ ഭൂമിയിലേക്ക് മടക്കി വരുത്തുമ്പോൾ ഇത് ചെയ്യുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. നമ്മളവരെ ഇപ്പൊ നോക്കുക, നമ്മൾ ബഹിരാകാശത്തേക്ക് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് യാത്ര തിരിച്ച 2 ബഹിരാകാശ യാത്രികൾ അവരെ കുടുങ്ങിക്കിടക്കുക. ഇന്നത്തെ വാർത്ത എന്താ? അവരുടെ ശരീരത്തിന്റെ ഭാരമെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അവരെ ഒന്ന് മടക്കി കൊണ്ടുവരുവാൻ മാസങ്ങളായി നമ്മുടെ ശാസ്ത്ര ലോകം ഒന്നടങ്കം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇതുവരെയും സാധിച്ചിട്ടില്ല. ഇന്നും ശാസ്ത്രത്തിന്റെ അഭിവൃദ്ധിയിൽ അഭിമാനിക്കുന്നവരാ. അഭിമാനമൊക്കെ കൊള്ളാം, പക്ഷെ ദൈവത്തെ ഉപേക്ഷിച്ചിട്ടുള്ള ഒരു അഭിമാനത്തിനും അടിസ്ഥാനമില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രഹത്തിലേക്ക് പോയവരെ മടക്കി സ്വന്തം
വാഹനത്തിൽ പോയവരെ മടക്കി കൊണ്ടുവരുവാൻ സാധിക്കാത്തൊരു ശാസ്ത്രമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. എന്നാൽ 2520 വർഷക്കാലം ലോകത്തിന്റെ ഇടയിൽ ചിതറിപ്പോയ ഒരു ജാതിയെ മടക്കി കൊണ്ടുവരുവാൻ സാധിച്ച ദൈവം, അവൻ ജ്ഞാനിയാണ്, അവൻ ശക്തനാണ്, അവൻ ജീവനുള്ളവനാണ് എന്ന് വിളിച്ചു പറയുവാൻ തക്കവണ്ണം ഇസ്രയേലിന്റെ അനുഭവങ്ങൾ നമ്മെ പ്രേരിപ്പിക്കുന്നു. അത് ജാതികൾക്ക് വലിയ പാഠമാണ്. അതുകൊണ്ട് പറയാം, ജാതികളുടെ ഇടയിൽ നിങ്ങൾ എന്നെ അശുദ്ധമാക്കിയതായി അവരുടെ ഇടയിൽ അശുദ്ധമായി പോയിരിക്കുന്ന എൻ്റെ മഹത്തായ നാമത്തെ ഞാൻ വിശുദ്ധീകരിക്കും. ജാതികൾ കാണെ ഞാൻ എന്നെ തന്നെ നിങ്ങളിൽ വിശുദ്ധീകരിക്കുമ്പോൾ ഞാൻ യഹോവയെന്നവർ അറിയും. നോക്കുക, എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് കൂട്ടി, ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. നോക്കുക, എത്ര കൃത്യമായിട്ടാ പറയുന്നത്. നിങ്ങൾ എവിടെ പോകുമെന്ന് ഈ യെഹെസ്കേൽ എന്ന് പറയുമ്പോൾ അവർക്കറിയാമായിരുന്നോ യെഹെസ്കേലിന്? പക്ഷെ അതിനു മുമ്പേ പറയുകയാ, എന്ത്? ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്നും കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ചേർത്ത് ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. ഏതാ സ്വന്തം ദേശം? ഇന്ന് അവർക്ക് അവകാശമായി കിട്ടിയിരിക്കുന്ന പലസ്തീൻ, യെരുശലേം തലസ്ഥാനമായിരിക്കുന്ന മഹാരാജാവിന്റെ നഗരമായിരിക്കുന്ന യെരുശലേം തലസ്ഥാനമായിരിക്കുന്ന ആ പ്രദേശമാണ് ഇസ്രയേലിന്റെ സ്വദേശം. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും? ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. ദൈവത്തിന്റെ വചനമാണ് ഈ ജലം കാണിക്കുന്നത്. അപ്പൊ ഇന്നുവരെയും വളരെ കലങ്ങി അശുദ്ധമായ ജലമാ ഇന്നുവരെയും അവർ കണ്ടിട്ടുള്ളത്, അല്ലെ അവരുടെ മേൽ തളിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ലോകത്തിലെ ജാതികൾ, ഇതര മതങ്ങളെല്ലാം തളിക്കുന്ന ഉപദേശങ്ങൾ അത് മട്ട് കലർന്നതാ, ചെളി കലർന്നതാ. എന്നാ നിങ്ങളുടെ മേൽ ഞാൻ നിർമ്മല ജലം തളിക്കും, ഞാൻ നിങ്ങളെ നിർമ്മലീകരിക്കും, സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. നോക്കുക, നിങ്ങളുടെ കല്ലായ ഹൃദയം മാറ്റി നിങ്ങൾക്ക് മാംസളമായ ഹൃദയം നൽകുമെന്നാണ് മറ്റൊരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കല്ലായ ഹൃദയമാണ്, ശിലാഹൃദയമാണ് അവർക്കുണ്ടായിരുന്നത്. എന്തുകൊണ്ടാ? ആ മിസ്രയീമിൽ നിന്നും ഇത്രയേറെ അത്ഭുതങ്ങൾ മുഖാന്തരം അവരെ വിടുവിച്ച് 200 വർഷക്കാലത്തെ ഫറവോന്റെ ആധിപത്യത്തിൽ നിന്നും അത്ഭുതകരമായി വിടുവിച്ച് അവരെ കൊണ്ടുവന്ന് അവരുടെ അവർക്ക് വാഗ്ദത്തം ചെയ്ത കനാനിൽ അവരെ കുടിയിരുത്തിയ ദൈവം അവരെ കൊണ്ടുവന്ന വഴികളൊക്കെ എത്ര അത്ഭുതകരമായിട്ടാ. പകൽ മരുഭൂമിയിൽ കൂടെ അവർ 40 വർഷക്കാലം യാത്ര ചെയ്തപ്പോൾ അവരുടെ കാലിലെ ചെരുപ്പ് തേഞ്ഞിട്ടില്ലെന്നാ പറയുന്നത്. അവർക്ക് ഭക്ഷിപ്പാൻ അവർ ചോദിച്ചപ്പോൾ അവർക്ക് ആകാശത്തു നിന്നും അവർക്ക് മന്ന ഇറക്കി കൊടുത്തു. അവർക്ക് പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും അവരെ വഴി നടത്തി. കുടിക്കാൻ വെള്ളമില്ലാതെ വന്നപ്പോൾ അവർ പിറുപിറുത്തു. ആ ജനത്തിന് ദൈവം പാറയെ പിളർന്ന് വെള്ളം ഒഴുക്കി കൊടുത്തു. മാംസം കിട്ടണമെന്ന് അവർ ആഗ്രഹിച്ചപ്പോൾ അവർക്ക് ധാരാളമായി കാടകളെ ഇറക്കി കൊടുത്തു. അങ്ങനെ പരിപാലിച്ചു കൊണ്ടുവന്ന ഒരു ദൈവം, ആ ദൈവത്തെ അവർ മറന്നു കളഞ്ഞു. അതാ അവരുടെ ശിലാഹൃദയം. ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ എത്രയേറെ പ്രാപിച്ചിട്ടും ആ അനുഗ്രഹങ്ങളെ തിരസ്കരിക്കുന്ന ഒരു ജനതയായിരുന്നു അവർ. ഇത് നമുക്കും വലിയ പാഠമാണ്. ദൈവത്തിൽ നിന്ന് നാം അനുഗ്രഹങ്ങൾ പ്രാപിക്കുമ്പോൾ നാം പിന്നീട് ആ അനുഗ്രഹങ്ങൾ പ്രാപിച്ചേറെ കഴിയുന്നതിന് മുമ്പേ ആ അനുഗ്രഹങ്ങൾ നൽകിയ ദൈവത്തെ തള്ളിപ്പറയുന്നവരായി തീരുന്നു. അത് നമ്മുടെ ജീവിതത്തിലെ പലരുടെയും അനുഭവമാണ്. അത് ഇസ്രയേലിന്റെ പാഠം നമുക്കും ഒരു അനുഭവമായിരിക്കണം. അങ്ങനെ നാം ആകാൻ പാടില്ല. ഞാൻ പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായ ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങൾ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നോക്കാം, എൻ്റെ ആത്മാവിനെ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ മനസ്സ്. ആത്മാവെന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സാണ്. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും.
മോശയോട് പറഞ്ഞില്ലേ, നിന്റെ ആത്മാവിൽ കുറെ എടുത്ത് ഞാൻ 70 മൂപ്പന്മാർക്ക് കൊടുക്കും, 70 ആൾക്കാർക്ക് കൊടുക്കും. ബസലേലിനോട് പറഞ്ഞില്ലേ, സമാഗമന കൂടാരത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി എന്റെ ആത്മാവിനാൽ ഞാൻ അവനെ നിറച്ചിരിക്കുന്നു എന്നാ പറഞ്ഞു. ഏലിയാവിന്റെ ആത്മാവിൽ ഇരട്ടിപ്പങ്ക് എലീശ ചോദിച്ചില്ലേ. ഇതൊക്കെ എന്താ? ആത്മാവെന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? ഇന്നത്തെ മതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് എന്താ? ആത്മാവെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ദൈവത്തിന്റെ ഒരു ഭാഗമാണെന്നല്ലേ. ഇതെങ്ങനെ വീതം വെച്ച് കൊടുക്കാൻ സാധിക്കും? പക്ഷെ ഇത് ദൈവത്തിന്, അതാ ആത്മാവെന്നുള്ള വാക്കിന്റെ പല അർത്ഥങ്ങളിൽ ഒന്നാ ഇത് മനസ്സെന്നുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് നൽകും, നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും, നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ചനുഷ്ഠിക്കും, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും. വീണ്ടും ഞാൻ ഈ ഭാഗം എടുത്തു പറയുന്നത് ഈ ദേശം ആർക്കുള്ളതായിരുന്നു എന്നുള്ളതാണ്. ഇവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശം. നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും. ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. ഇങ്ങനെ പോവുകയാ അവർക്ക് കൊടുക്കുന്ന അനുഗ്രഹങ്ങളുടെ വലിയൊരു പട്ടിക. ഞാൻ അതിൽ നിന്ന് പിന്മാറുകയാണ്. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞ മറ്റൊരു ഭാഗം കൂടെയുണ്ട്. ക്രിസ്തു നടത്തിയ വലിയൊരു പ്രവചനം. ക്രിസ്തു AD 33 അതിനുശേഷം അവൻ 33 അവൻ നടത്തിയ ഒരു പ്രവചനമുണ്ട്. ആ പ്രവചനത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ഇന്നലെ അവസാന ഭാഗത്ത് കൊണ്ടുവന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ പറയുന്നൊരു കാര്യമാണ്. എന്താ? സൈന്യങ്ങൾ യേശു ഈ ദേവാലയത്തിന്റെ പണി കണ്ടപ്പോ ചിലരൊക്കെ പറഞ്ഞു, ശിഷ്യന്മാര് പറഞ്ഞു, കൂടെയുള്ളവര് എന്തു പറഞ്ഞു? മനോഹരമായ കല്ലുകളാലും വഴിപാടുകളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകുന്ന കാലം വരും. അതെന്നാണ് ആ കാലം എന്നായിരിക്കും എന്ന് ശിഷ്യന്മാർ ചോദിച്ചു. ഇതിനോടനുബന്ധമായി മറ്റു ചില കാര്യങ്ങളും കൂടെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. AD 70 സംഭവിച്ച ഇസ്രയേലിൽ സംഭവിച്ച ഏറ്റവും വലിയ ഒരു മഹാ ദുരന്തം, ആ ദേവാലയം, യെരൂശലേം ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞ് അവിടെ നാശമായ ഒരു അനുഭവം. ഇതിലേക്കാണ് ക്രിസ്തു വിരൽ ചൂണ്ടിയത്. അതിലേക്കാണ് ഞാൻ വന്നത്. അവിടെ പറയുന്നു, പ്രിയമുള്ളവരെ, ഈ സൈന്യങ്ങളുടെ യേശു പറഞ്ഞു ഇതിന്റെ സമയം. സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്നറിഞ്ഞുകൊള്ളുവീൻ. അപ്പൊ സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തു എന്ന് നിങ്ങൾ അറിയണം. ഇതിന്റെ ഒരു നാശത്തിന്റെ കാലം നിങ്ങളോട് പ്രവചിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്നോട് ചോദിച്ചു എന്നാണ് അത് സംഭവിക്കുന്നത്. അതിന്റെ അടയാളം ഞാൻ നിങ്ങളോട് പറയാം. സൈന്യങ്ങൾ യെരൂശലേമിനെ വളയും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അതിന്റെ ശൂന്യകാലം അടുത്തു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ നിങ്ങൾ അന്ന് യഹൂദ്യയിലുള്ളവർ മലമുകളിലേക്ക് ഓടിപ്പോകട്ടെ, അതിന്റെ നടുവിലുള്ളവർ പുറപ്പെട്ടു പോകട്ടെ. ഇന്ന് അനേകരും ചിന്തിക്കുന്നത് AD 70 ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതെന്ന്. ഈ ക്രിസ്തു പറഞ്ഞ ആ പ്രവചനത്തിന്റെ കൃത്യത, എത്ര കൃത്യമായിട്ടാണ് ക്രിസ്തു ഈ കാര്യങ്ങൾ ഇവിടെ പടിപടിയായി സംഭവിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലുള്ളവർക്ക് ഓടിപ്പോകാൻ സാധിക്കില്ല. കാരണം സൈന്യങ്ങൾ യെരൂശലേമിനെ ചുറ്റും വളഞ്ഞിരിക്കുക. ആ സൈന്യത്തെ ഭേദിച്ച് ഇവർക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് സംഭവിക്കുന്നത് റോമൻ പടയാളികൾ, സെസ്റ്റസ് എന്ന് പറയുന്ന ഒരു സൈന്യാധിപന്റെ കീഴിൽ AD 66 ഈ യെരൂശലേമിനെ വളയുക. അപ്പോൾ അതിനുശേഷം ഏതാനും നാളുകൾ യെരൂശലേമിനെ വളഞ്ഞതിന് ശേഷം, അവിടെ നിന്നതിന് ശേഷം ആ സെസ്റ്റസ് അവിടുന്ന് സൈന്യവുമായി മടങ്ങിപ്പോവുകയാണ്. അപ്പൊ ഇവിടെ യെരൂശലേമിൽ ഉണ്ടായിരുന്നവർക്ക് ക്രിസ്തു പറഞ്ഞ ഈ പ്രവചനത്തെക്കുറിച്ച് ഓർത്തെടുക്കുവാൻ, അത് യെരൂശലേമിന്റെ നാശകാലം സമീപിച്ചിരിക്കുന്നതിന്റെ തെളിവായി കാണുവാനും അവനെ വിശ്വസിക്കുന്നവർക്ക് ഓടിപ്പോകുവാനുള്ള ഒരു അവസരം അവിടെ സൃഷ്ടിക്കപ്പെട്ടു. ഇങ്ങനെ ഒരു അവസരം ഉണ്ടാകുമെന്നുള്ളതാ ക്രിസ്തു പ്രവചന രൂപേണ പറഞ്ഞത്. എത്ര പേർ ഓടിപ്പോയി? ക്രിസ്തുവിനെ വിശ്വസിച്ചിട്ടുള്ള ക്രിസ്തുവിന്റെ അനുയായികളായിരുന്നവർക്ക് മാത്രമാണ് പോകാൻ സാധിച്ചത്. എന്നാൽ ക്രിസ്തുവിനെ വിശ്വസിക്കാത്ത യഹൂദന്മാർ
ആ യെരൂശലേമിൽ ഉണ്ടായിരുന്നവർ മുഴുവനും അവരെല്ലാം അവിടെ തന്നെ പാളയമടിച്ചു. അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ അവർ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഈ മടങ്ങിപ്പോയ സെസ്റ്റസ് കുറെ കാലം കഴിഞ്ഞപ്പോൾ വെസ്പാനിയൻ എന്നും തീത്തോസ് എന്നും പറയുന്ന മറ്റ് രണ്ട് സൈന്യാധിപന്മാരുടെ കീഴിൽ വലിയൊരു പടയുമായി മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൊണ്ടുവരുന്നതിനേക്കാൾ ഇരട്ടി ഒരു സൈന്യ ബലത്തോടുകൂടി അവർ മടങ്ങി വരികയാണ്. അവർ വന്നു, എന്ത് ചെയ്തു? യെരൂശലേമിനെ ഇടിച്ചവർ അതിനെ നിലംപരിചാക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടു. അന്ന് യഹൂദയിൽ ഉണ്ടായിരുന്നവർ അനുഭവിച്ചിട്ടുള്ള ആ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ നമുക്ക് വിവരിക്കാൻ വാക്കുകൾ പോരാ പ്രിയമുള്ളവരെ. അന്ന് അവരുടെ കാര്യങ്ങൾ, അതിന്റെ നടുവിലുള്ള നാട്ടുംപുറങ്ങളിലുള്ളവർ കടക്കരുത്, നാളുകൾ പ്രതികാര കാലമാകുന്നു. ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. ദേശത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിന്മേൽ ക്രോധവും ഉണ്ടാകും. അവർ വാളിന്റെ വായ്ത്തലയാൽ വീഴും. അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോകും. ഇതൊക്കെയാ സംഭവിക്കുന്നത്. അവർ പട്ടിണി കൊണ്ട് മരിക്കുകയാണ്. അവിടെയുള്ളവർ വാളിന്റെ വായ്ത്തലയാൽ മരിച്ചതിനേക്കാൾ ഏറെ ആൾക്കാർ പട്ടിണി കൊണ്ട് മരിച്ചു. സ്വന്തം കുഞ്ഞുങ്ങളെ പോലും ചുട്ടു തിന്നുന്ന അവസ്ഥയിലേക്ക് അന്ന് യെരൂശലേമിലെ ജനങ്ങൾ മാറി. ഇവരെ ഓർത്തിട്ട് ക്രിസ്തു നടത്തിയ മറ്റൊരു പ്രവചനമുണ്ട്. ക്രിസ്തു പറഞ്ഞു 23-ാം അധ്യായത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം, ഒരു വലിയ ജനസമൂഹം അവനെ ചൊല്ലി വിലപിച്ചു മുറയിടുന്ന അനേകം സ്ത്രീകളും അവന്റെ പിന്നാലെ ചെന്നു. ഇവനെ പിടിച്ച് ക്രൂശിക്കാൻ കൊണ്ടുപോവുകയാണ് യേശുവിനെ. അപ്പോൾ യേശു തിരിഞ്ഞവരെ നോക്കി, യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ. മച്ചികളും പ്രസവിക്കാത്ത ഉദരങ്ങളും കുടിപ്പിക്കാത്ത മുലകളും ഭാഗ്യമുള്ളവ എന്ന് പറയുന്ന കാലം വരും. നോക്കുക, യേശുവിന്റെ മറ്റൊരു പ്രവചനം, അല്ലെങ്കിൽ ഈ പ്രവചനത്തോട് അനുബന്ധമായി സംഭവിക്കുന്ന വസ്തുതകളാണ്. നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, പിന്നെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയണം. കാരണം ഉണ്ടാകാൻ പോകുന്ന അനുഭവം അതാ. നിങ്ങളുടെ മക്കളെയൊക്കെ ചുട്ടു തിന്നേണ്ട ഒരു കാലത്തിലേക്ക് നിങ്ങൾ വരും. കാരണം പട്ടിണി കൊണ്ട് നിങ്ങൾ പട്ടിണി കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ അവിടെ മാറും. കാരണം ഇവിടെ തീത്തോസിന്റെയും വെസ്പാനിയന്റെയും കീഴിൽ യെരൂശലേം നഗരം വളയപ്പെട്ടിരിക്കുകയാണ്. പുറത്തിറങ്ങുന്നവരും അവരെ എല്ലാം വാളിന്റെ വായ്ത്തലയായി വെട്ടി വീഴ്ചകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ, പ്രസവിക്കാത്ത ഉദരങ്ങളും കുടിപ്പിക്കാത്ത മുലകളും ഭാഗ്യമുള്ളവ. നിങ്ങളുടെ മക്കളെ, മച്ചികളും പ്രസവിക്കാത്ത ഉദരങ്ങളും കുടിപ്പിക്കാത്ത മുലകളും ഭാഗ്യമുള്ളവ. എന്തുകൊണ്ടാ? സ്വന്തം മക്കളെ ചുട്ടു തിന്നുന്ന അമ്മമാർ അവിടെ ഉണ്ടാകും. മക്കളില്ലെങ്കിൽ അത് സ്വന്തം മക്കളെ ചുട്ടു തിന്ന അമ്മയാണ് എന്നുള്ള ആ ഒരു ദുർവിധി ഉണ്ടാകില്ല. ഒരു മച്ചിയെ സംബന്ധിച്ച് അവൾ പ്രസവിച്ചിട്ടില്ല, പ്രസവിക്കാത്തതിന്റെ ദുഃഖമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇനി പ്രസവിക്കാത്തതിൽ അവൾ സന്തോഷിക്കും. കാരണം എൻ്റെ മകനെ, മകളെ ഞാൻ ചുട്ടു തിന്നേണ്ടി വരുമായിരുന്നു എനിക്കൊരു മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ. ഇല്ലെങ്കിൽ എൻ്റെ മക്കൾ അനുഭവിക്കുന്ന ആ ദുർവിധികൾ കണ്ട് എനിക്ക് കണ്ണീരൊഴുക്കുവാൻ പോലും കഴിയാതെ ഞാൻ കിടക്കുമായിരുന്നു. നമുക്കുണ്ടാകുന്ന വേദനയേക്കാൾ വളരെ വലുതാണ് നമ്മളുടെ വേണ്ടപ്പെട്ടവർ, നമ്മുടെ മക്കൾ നമ്മുടെ കൺമുമ്പിൽ വേദന അനുഭവിക്കുന്നത് കാണുമ്പോൾ. അതാണ് നമുക്ക് ഏറെ സഹിക്കാൻ പറ്റാത്തത്. ഇപ്പൊ യേശു പറഞ്ഞു, അതുകൊണ്ട് അങ്ങനെയുള്ളവരാ ഭാഗ്യമുള്ളവര്. അപ്പൊ അവിടെ യെരൂശലേമിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ ഒരു നഷ്ടം. എന്നിട്ട് വീണ്ടും ഈ പ്രവചനത്തിന്റെ ഒരു ഭാഗം കൂടി ഞാൻ പറയുക. എന്താ അവിടെ പറഞ്ഞു? നിങ്ങളുടെ ഓടിപ്പോക്ക് ശബത്ത് നാളിലും, പിന്നെ നിങ്ങളുടെ ഓടിപ്പോക്ക് ശബത്ത് നാളിലാകരുത്, പിന്നെ ശരത്കാലത്തിലും ആകരുത്. എന്തുകൊണ്ടാ ഇതെങ്ങനെ സംഭവിച്ചു? അത് സംഭവിച്ചാൽ അന്ന് ഓടിപ്പോക്ക് ബുദ്ധിമുട്ടാണ്. അവിടെ ഈ മഞ്ഞ് പെയ്യുന്ന കാലത്ത് രക്ഷപ്പെടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാലമാണ്. അതുകൊണ്ട് ആ കാലത്ത് ആകാതിരിക്കാൻ പ്രാർത്ഥിക്കാനാ പറഞ്ഞത്. ആ പ്രാർത്ഥനയും അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ഈ ഒരു അപേക്ഷ, അവരുടെ ഓടിപ്പോക്കിനുള്ള സമയം അതൊന്ന് ക്രമീകരിച്ച് കിട്ടണം. അതെങ്ങനെ കിട്ടിയെന്നുള്ളതാണ് അത്ഭുതമാണ്. നിങ്ങൾ വീണ്ടും റോമാ സാമ്രാജ്യത്തിന്റെ ചരിത്രത്തിലേക്ക് നിങ്ങൾ നോക്ക്. ഈ പറയുന്ന ഈ രണ്ട് ചക്രവർത്തിമാരും അവർക്കും പെട്ടെന്ന് മടങ്ങിപ്പോകേണ്ടി വന്നു. ഈ യുദ്ധം അവസാനിപ്പിച്ച്, അല്ലെങ്കിൽ ഈ യെരൂശലേമിന്മേലുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് മടങ്ങിപ്പോകേണ്ടി വന്നു. എന്തുകൊണ്ടാ?
അന്ന് റോമാ സാമ്രാജ്യം ഭരിച്ചിരുന്നത് നീറോ ചക്രവർത്തിയാണ്. ഈ നീറോ ചക്രവർത്തി പെട്ടെന്ന് മരിക്കുകയാണ്. അപ്പൊ ഈ മരണവാർത്ത അറിഞ്ഞ് ഈ രണ്ട് സൈന്യാധിപന്മാരും തങ്ങളുടെ പട്ടാളത്തെയും കൂട്ടി മടങ്ങിപ്പോവുകയാണ്. എന്നിട്ട് തിരിച്ചു വരുന്നത് വെസ്പാനിയൻ പിന്നീട് അടുത്ത ചക്രവർത്തിയായി അവിടെ അവരോധിക്കപ്പെടുകയാണ്. പിന്നെ തീത്തോസ് മാത്രമായിട്ടാണ് മടങ്ങി വരുന്നത്. അങ്ങനെ മടങ്ങി വന്നാണ് AD 70 ഈ യെരുശലേം ദേവാലയം ചുട്ട് ചാമ്പലാക്കുന്നത്, അഗ്നിക്കിരയാക്കുന്നത്, കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതെ അതിനെ ഉന്മൂലനാശം വരുത്തുന്നത്. അതിന് അങ്ങനെയാണ്. അപ്പൊ ഈ യെരുശലേം നാശത്തിന് ഇടയിൽ ഉണ്ടായ രണ്ട് ഘട്ടങ്ങളെ ക്രിസ്തു കൃത്യമായി പ്രവചിച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് ഈ പ്രവചനത്തിന്റെ അത്ഭുതം എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, വീണ്ടും നാം ക്രിസ്തുവിന്റെ മറ്റൊരു ഞാൻ വലിയൊരു ഭാഗത്തേക്ക് കടക്കുന്നില്ല. ക്രിസ്തു പറഞ്ഞു, യെരുശലേം പുത്രിമാരെ, എന്നെ ഞാൻ പറഞ്ഞൊരു ഭാഗമാണ്, നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട എന്ന്. യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട. മറ്റൊന്ന്, യേശു ഇങ്ങനെ വിളഭൂമിയിൽ കൂടെ നടന്നു പോകുമ്പോൾ അവൻ വിശന്നു. അവനൊരു അത്തിയെ നോക്കി, ആ അത്തിയെ അവൻ ശപിച്ചു. എന്നിട്ട് എന്താ അവൻ പറഞ്ഞേ? അത്തി അതിനുശേഷം പറഞ്ഞു, ഈ ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ ഇങ്ങനെയാ പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 21-ന്റെ 29-ാം വാക്യത്തിൽ ഒരു ഉപമയും അവനോട് പറഞ്ഞത്, അത്തി മുതലായ സകല വൃക്ഷങ്ങളെയും നോക്കുവിൻ, അവ തളിർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് സ്വതവേ അറിയുന്നുവല്ലോ. അപ്പൊ അത്തിയെ നോക്കി ശപിച്ച ഒരനുഭവമല്ല അത്. അതെന്റെ വായിൽ വന്നൊരു പിഴവാണ് പ്രിയപ്പെട്ടവരെ. ആ സാഹചര്യം വേറെയാണ്. ഞാൻ ഇപ്പോൾ ഇത് പറയുന്നത്. അവൻ പറഞ്ഞ രൂപമേ അത്തിയെ നോക്കിയിട്ട്, അത്തി മുതലായ സകല വൃക്ഷങ്ങളെയും നോക്കുവിൻ, അവ തളിർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഔവണ്ണം തന്നെ ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് ഗ്രഹിപ്പീൻ. ഇതാണ് പറഞ്ഞത്. അത്തിയെ നോക്കി ഒരു ഉപമ പഠിക്കണം. എന്താ അത്തി നമുക്ക് നൽകാനുള്ള ഉപമ, അല്ലെങ്കിൽ തരാനുള്ള പാഠം? ഒരു വലിയൊരു ഗുണപാഠം തരുന്നു. നമുക്കറിയാം പലസ്തീൻ നാടുകളുടെ അവസ്ഥ എന്താ. അവിടെ ഈ മഞ്ഞുകാലമായി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റൂല. സകല വൃക്ഷങ്ങളും ഇല കൊഴിച്ച് നിൽക്കും. നമുക്ക് കാണുമ്പോൾ തോന്നും ഇതെല്ലാം ഉണങ്ങി വരണ്ട് നശിച്ചു പോവുകയാണ്. കാരണം ഒരു വൃക്ഷം, നമ്മൾ ആദ്യമായി പലസ്തീൻ നാടുകളിൽ ചെല്ലുന്നവരാണെങ്കിൽ നമുക്ക് തോന്നും ഇതെല്ലാം ഉണങ്ങിപ്പോയി ഈ വൃക്ഷങ്ങളെല്ലാം. പക്ഷെ അത് പ്രകൃതി സ്വീകരിക്കുന്ന ഒരു പ്രതിരോധ സംവിധാനമാണ്. ഇപ്രകാരം പ്രകൃതിയിൽ തന്നെ ഒരു പ്രതിരോധ സംവിധാനം ഒരുക്കുവാൻ അതിന്റെ സൃഷ്ടാവിന് വിശേഷ ബുദ്ധിയുണ്ട് പ്രിയമുള്ളവരെ. എന്നിട്ടാ പറയുന്നത് ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ല എന്ന്. ഈ പ്രപഞ്ചത്തിലേക്ക് നാം ഒന്ന് നോക്കിയാൽ മതി. നമുക്ക് ജീവനുള്ള ദൈവത്തിന്റെ കൈപ്പണി, അവന്റെ കൈയൊപ്പുകൾ സകല സൃഷ്ടജാലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. യാതൊരു സംശയവും ഇല്ല. എന്നിട്ടും ഇന്നും യുക്തിവാദികളെന്നോ ശാസ്ത്രജ്ഞന്മാരെന്നൊക്കെ പറയുന്നവർ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നത് അബദ്ധമായി പോയി. അത് വലിയ തെറ്റാണ്, അല്ലെങ്കിൽ അത് ദുരഭിമാനമാണ്, അത് അപമാനകരമാണ്, തങ്ങളെ അത് അപമാനിക്കുന്നതാണെന്ന് വിശ്വസിക്കുന്നവരാ. അവരുടെ ഉള്ളിൽ ദൈവം ഉണ്ടെന്ന് ചിലപ്പോൾ വിശ്വസിക്കുന്നുണ്ടാവും. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ഈ അത്തികൾ ഇല കൊഴിഞ്ഞുപോയി. പക്ഷേ ഏറെ താമസിയാതെ വേനൽ അടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ ഇല കൊഴിഞ്ഞ വൃക്ഷങ്ങളെല്ലാം തളിരിട്ട് നിൽക്കും. തളിരിട്ട് പൂത്ത് കായ്കൾ അണിഞ്ഞു നിൽക്കുന്ന ഒരു കാലം വരും. അപ്പൊ ഇത് തളിരിടുന്നത് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, വേനൽ വരികയാണ്. നമുക്കറിയാം, നേരത്തെയൊക്കെ നമ്മുടെ കണിക്കൊന്ന പൂക്കുമ്പോൾ എന്താ, ഏപ്രിൽ മാസം വിഷു വരാനായി എന്ന് നമ്മൾ ചിന്തിക്കും. ഇപ്പൊ അത് പോയി. ഏത് കാലത്തും കൊന്ന പൂക്കും. അപ്പൊ അങ്ങനെ ഇസ്രയേലിനെയാണ് അത് കാണിക്കുന്നത്. ഇസ്രയേൽ ഇന്ന് തളിരിട്ടിരിക്കുന്നു. അവർ ഒരു കാലത്ത് അത്തിയെ പോലെ ഇലകൾ കൊഴിഞ്ഞ് നിന്നവരായിരുന്നു. അവര് തന്നെ പറഞ്ഞു, ഞങ്ങൾ നശിച്ചുപോയി എന്ന് ഞങ്ങൾ ചിന്തിച്ചതാ. പക്ഷെ ഇന്നിതാ അവർ തളിരിട്ട് നിൽക്കുന്നു. ഇനി അവർക്ക് പൂവും കായും അതിലുണ്ടാകുവാനുള്ള കാലം. ഇത് കാണുമ്പോൾ നാം മനസ്സിലാക്കുക, ദൈവത്തിന്റെ രാജ്യം, ദൈവരാജ്യമാകുന്ന വേനൽ അടുത്തിരിക്കുന്നു എന്ന്
മനസ്സിലാക്കിക്കൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഓരോരുത്തരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ദിവസം വീണ്ടും ഈ യെരുശലേം ഇസ്രായേലിനെ തന്നെ ബന്ധിപ്പിച്ചുകൊണ്ട് യെരുശലേം എന്ന നഗരത്തെ സംബന്ധിച്ച് ചില വസ്തുതകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാവുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനാപൂർവം